ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ ഹൈഡ്രേഞ്ചിയ ഡെലിവറി എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ആമസോണിൽ നിന്നാണ്. അപ്പോൾ മുൻപും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് രണ്ടെണ്ണം ഓർഡർ ചെയ്ത് വലിയ കുഴപ്പമില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇതും ഓർഡർ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഡൗട്ട് ഉള്ളതുപോലെ തന്നെ നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ശരിയായിരിക്കും അല്ലെങ്കിൽ എത്ര ദിവസം കൊണ്ട് എത്തും എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഞാൻ ചെയ്തത് ആദ്യമൊക്കെ. ഇതിപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്തത് 345 ആയിരുന്നു. നമുക്കൊരു 2-3 ദിവസത്തിനുള്ളിൽ ഡെലിവറി ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമുണ്ടാവില്ല. പലപ്പോഴും എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെലിവറി സ്റ്റക്കാവും. അപ്പോൾ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത്തിരി വാടിയതും അല്ലെങ്കിൽ ഇത്തിരി കരിഞ്ഞതൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ടാണ് കിട്ടിയിരിക്കുന്നത്. തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ ഇലകളൊക്കെ ഗ്രീൻ തന്നെയാണ്. അപ്പോൾ പാക്കിങ് നോക്കുമ്പോൾ നമുക്ക് ഒരുമാതിരി നല്ല കുഴപ്പമില്ലാത്തതാണ്. അപ്പോൾ പാക്കിങ് ഡിപ്പെൻസ് ഓൺ ഏത് ഡെലിവറി ഷോപ്പാണെന്നുള്ളതിൻ്റെയാണ്. എല്ലാവരും ചിലപ്പോൾ ഇതുപോലെ തന്നെ നല്ല പാക്കിങ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇതിൻ്റെ പാക്കിങ് എനിക്ക് ഓൾമോസ്റ്റ് സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇപ്പോൾ ഇത് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഒരുമാതിരി ഒരു പാക്കിംഗ് ഒക്കെ നല്ല പ്രോപ്പറാണ്. വലുതായിട്ട് വലിയ ഡാമേജ് ഒന്നും വന്നിട്ടില്ല. നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ പലവർക്കും ഇതാണ് ഡൗട്ട്. ഇപ്പോൾ നമ്മൾ ഓൺലൈൻ മേടിച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ലതായിരിക്കും ഇല്ലയെന്നറിയില്ല. ഇപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ കുറച്ചാൾ മുമ്പ് നമ്മളുടെ ചെമ്മിപ്പുളിയുടെ മേടിച്ചിരുന്നു. ചെമ്മിപ്പുളിയുടെ വന്നു കഴിഞ്ഞപ്പോൾ ആകെ വാടി ഇലകളൊന്നും ഇല്ലാണ്ടായിരുന്നു വന്നിരുന്നത്. വെച്ച് കഴിഞ്ഞിട്ടും വലിയ ഗുണമൊന്നുമില്ല. അപ്പോൾ നമ്മളത് റിട്ടേൺ അടിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് റിട്ടേൺ ഓപ്ഷൻ ഇല്ല. നേരെ മറിച്ച് അവർ പറഞ്ഞോടി അയച്ചായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത് വന്നു കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതും പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ പാക്കിങ് ഇപ്പോൾ നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. അതുമാത്രമല്ല ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പ്യുവറായിട്ടുള്ള ചെളിയിലാണ്. ചെളി നല്ല കട്ട ചെളിയിലായിരിക്കും മിക്കതും പാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം അതുപോലെ തന്നെ പെട്ടെന്ന് വറ്റിപ്പോവില്ല. കൂടുതൽ നിൽക്കും. പെട്ടെന്ന് അങ്ങോട്ട് ഉണങ്ങിപ്പോവില്ല. നമുക്ക് ഡെലിവറി വരുമ്പോഴത്തേക്കും അങ്ങോട്ട് വരില്ല. അപ്പോൾ ഇത് നേരെ നമുക്ക് കുഴി കുത്തി അതിനകത്തേക്ക് നടാം. വലിയ കുഴപ്പങ്ങളൊന്നും എനിക്ക് നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ കുറേ വേറെയും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മുന്തിരിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അറിയില്ല നമ്മളുടെ എങ്ങനെ പിടിക്കില്ല എന്നുള്ളത്. ഇതിപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ, ഇത് പിടിച്ചു കഴിഞ്ഞ് വളർന്നു കഴിഞ്ഞതിനെ കുറിച്ചുള്ള വീഡിയോ നമുക്ക് ഒന്നും കൂടി ഒന്ന് റിവ്യൂ ഒക്കെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ താങ്ക്സ് എവരിവൺ. ഹാവ് എ നൈസ് ഡേ. ബൈ.